സഹോദരി കലാസ്നേഹികളെ, ഇതൊരു പടം. ഈ പടം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? പണ്ട് ഇവരെല്ലാം കൂടി ചേർന്നിരുന്ന് ഒരു 2-3 കഥയങ്ങ് ഉണ്ടാക്കി. അതിലൊരു സിനിമ പാതി ഷൂട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് അതങ്ങ് മറന്നുപോയി. പിന്നെ അത് ഓർമ്മ വന്നപ്പോ വർഷം ഏട്ടങ്ങ് പോയി. അപ്പോഴേക്കും ബാലക്ക് ഷുഗറും വന്ന് പ്രൊഡ്യൂസറെ വീട് പണി നടക്കണം. ഇനിയിപ്പോ ആ പടം എന്ത് ചെയ്യും? ഒടുവിൽ ഇന്നാ പിടിച്ചോ എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബാക്കിയുള്ള സ്ക്രിപ്റ്റ് എല്ലാം കൂടി തട്ടിക്കൂട്ടി എഴുതി കാട്ടിക്കൂട്ടി താലബായിട്ട ബോംബ് പോലെ പ്രേക്ഷകരെ നെഞ്ചിലോട്ട് എടുത്തങ്ങ് ഇട്ടുവന്ന്. അതാണ് ഈ പടം. തമ്പുരാനെ ഓർത്ത് ഈ പടം ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് വെച്ച് എന്നെ പ്രാഗിയൊന്നും ചെയ്യല്ലേ. എനിക്ക് കൂടും കുടുംബവും മക്കളും ഒക്കെ ഉള്ളതാണ്. അല്ല, മക്കളൊന്നും ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. കേരളത്തിൽ ഒരു അതിഭീകര കൊലപാതകം നടന്നിരിക്കുകയാണ്. കുറുവ സംഘത്തിലെ കുറച്ചു പേർ വീട് ആക്രമിച്ച് ഒരു വീട്ടുകാരെ ആക്രമിച്ച് കുറച്ച് പണവും സ്വർണവും കവർന്ന് തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവരെ പിടിക്കാനായി ഇതാ വരികയാണ് നമ്മുടെ നായകൻ. കറക്റ്റ് 3D പ്രിന്റ് ചെയ്ത മമ്മൂട്ടി തന്നെയല്ലേ? അങ്ങനെ പുള്ളി ഒരു കവലേര നടുക്ക് ഒരു അമ്പലത്തിന്റെ കവാടത്തിന്റെ മുന്നേ കൊടിമരം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ വെച്ച് അവരെ കൊലപാതകളെ കാണുകയാണ്. അപ്പൊ കോർമ്മ ബുദ്ധിയുള്ള പോലീസുകാർ എന്ത് ചെയ്യും? പിടിക്കാൻ വന്ന കള്ളന്മാരെ മുഖത്തോക്കി ചെറയും. സിഗ് വലിച്ച മുട്ടയ്ക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ തന്നെ വണ്ടി എടുത്ത് സ്ഥലം വിടും. ഇങ്ങനെ കുറെ മൊണ്ണകൾ എവിടെയെങ്കിലും പോയി പാത്തിരുന്ന അവന്മാരെ വാച്ച് ചെയ്യാതെ അവള് കാലം മുടക്കി നെഞ്ചം കൊടുത്ത് ചവിട്ടി കൊടുത്തു. But guys, wait. Our hero is in the town. തെറ്റാടി വലിച്ചു വിടണക്കല്ലേ പുള്ളി ഓടണം. വലിഞ്ഞങ്ങ് ഓടയാണ്. എന്താ ഓടമ്പോ മുന്നോട്ട് നീങ്ങണില്ലേ? നേരെ വഴി കിടന്നാലും അതിന്റെ മോളിൽ കൂടെ കവച്ചേ പോവും. നോക്കിയാണ് ശരീരം അനങ്ങാതെ ഓടണം. ഇവര് കുടുംബത്തോട് ഇങ്ങനെ എന്നെ തോന്നുന്നു കേട്ടോ. എനിവേ ഗൈസ്, അതിസാഹസികമായി അവരെല്ലാ കള്ളന്മാരെയും പിടിക്കും. എന്നിട്ട് ഈ വിവരം നേരെ SP-യുടെ തൊപ്പി വെച്ച് റോബോട്ടിനെ എടുത്ത് കേരളത്തിലോട്ട് വിളിച്ചു പറയും. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ 1% മമ്മൂട്ടി ഈ അമ്മച്ചിയെ കാണുകയാണ്. തന്നെ അവിടെ ഒരു വലിയ സ്റ്റോറി അപ്പോൾ തന്നെ റിവീൽ ആവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഗൈസ്, ഇവർ ട്വിൻസ് ആണെന്ന്. അനാഥാലയത്തിൽ വളർന്ന 2 കുട്ടികൾ, 2 പേരും 2 സ്ഥലത്തോട് ദത്തെടുത്തോണ്ട് പോയി. അതിൽ ഒരുത്തനാണ് അമ്മച്ചിയുടെ മോൻ. അൺഫോർച്ചുനേറ്റ്ലി അവൻ കുത്തുകൊണ്ട് മയ്യത്തായി. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഏകദേശം 2 പേർക്ക് ഒരു 10 വയസ്സെങ്കിലും കാണും. ഒരു പായെന്ന് കൈയിട്ട് നിന്ന് ഒരു പാത്രത്തിൽ കിടന്ന് ഉറങ്ങി അവൻ അങ്ങനെ ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നെന്ന് ഓർമ്മ പോലും ഇല്ലെന്ന്. ഇത്രക്കും ബുദ്ധിയില്ലാത്ത ഈ ആരണനൊക്കെ ആരടാ പോലീസ് എടുത്തത്? പിന്നെ പുള്ളിയുടെ അഭിനയം അറിയാലോ. ഹിപ്നോട്ടിസം ചെയ്ത മമ്മിയെ പോലെയാണ് പുള്ളി അഭിനയിക്കണ. ഈ പടത്തിലെ പ്രൊഡ്യൂസർ ഇദ്ദേഹം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കാരണം ഇതിന് മുന്നേ ഇറങ്ങിയ 2 പ്രൊഡ്യൂസ് ചെയ്തത് ഇതേ പ്രൊഡ്യൂസറാണ്. എന്തായാലും ഇങ്ങനെ അഭിനയം മികവൊന്നും കണ്ടായിരിക്കില്ല. പിന്നെ എന്തായിരിക്കും എന്തോ തട്ടിക്കൂട്ടി ഒരു പടം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഒളിഞ്ഞിരുന്ന് അവരെ പ്രശംസിക്കുന്ന പോലെ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോലും പറയൂല. ആത്മാവിനെ സാക്ഷി നിർത്തി പറ, നിങ്ങൾ ഈ പടം ഇറക്കിന്റെ പുറകിലെ നിഗൂഢ ലക്ഷ്യം എന്ത്? ഈ പടത്തെ പറ്റി വെറുതെ ഒന്ന് ഗൂഗിളിലാക്കി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മൈ ഡിയർ മച്ചാൻസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. 2019 ഷൂട്ട് ചെയ്ത് ആ പടം പൂർത്തിയാക്കാൻ പറ്റാത്തോണ്ട് 2025 ബാക്കി ചെയ്ത് 2ഉം കൂടി ഒട്ടിച്ചൊരു പുതിയ സിനിമയാക്കി അവന്മാരം ഇറക്കി. അങ്ങനെ ഇരിക്കെ ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാരെ പിടിച്ചോണ്ട് വരികയാണ്. അതിന്റെ ഇണ്ടക്കിടയിൽ കൂടെ നമ്മുടെ നായകൻ കടന്നു വരികയാണ്. പുള്ളി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ചോദിക്കും കക്കൂസ് എവിടെയെന്ന്. അപ്പൊ പോലീസുകാരൻ പറയും അകത്തോട്ട് കയറിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി, പക്ഷെ വെള്ളം ഒഴിക്കണം. അത് ഡീലെന്നും പറഞ്ഞ് അകത്തോട്ട് പോയി പുള്ളി പോലീസായിട്ട് ഇറങ്ങി വരും. നമ്മളെ തലയിൽ രോഗമില്ലാത്ത മനുഷ്യൻ ചോദിക്കും നിങ്ങൾ ആരാ? സത്യം കണ്ടറിയണം, കൊണ്ടറിയണം, അന്വേഷിച്ചറിയണം. അങ്ങനെയല്ലേ? താൻ കൊണ്ടുപോയി നൊണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. തന്നെ അവരവിടെ പിടിച്ചു വെച്ച സാമൂഹ്യ വിരുദ്ധരും ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടർ നമ്മുടെ നായിക ക്രിമിനോളുകളുടെ കയ്യിൽ വിലങ്ങളില്ല, ഇതൊക്കെ ഞാൻ ഒറ്റക്ക് ഡീൽ ചെയ്തോളാം, നിങ്ങൾ ഇറങ്ങി വെളിയിൽ പോകുന്നു പറഞ്ഞ് ഇവരെ ഫയർ ചെയ്യും. ക്രിമിനൽ സിനിമ ഇത്തരം കാണിക്കാനല്ലേ അറിയാവൂ. അവർ ഡോക്ടറെ കഴുത്തിന് ഗ്ലാസ് വെച്ച് ഇപ്പൊ ഞാൻ ഇവരെ കൊല്ലുമെന്ന് പറയും. ഇവിടെ വെണ്ടയ്ക്ക പോലെ തോക്കും പിടിച്ചിരിക്കാതെ പോയിന്റ് ബ്ലാങ്കിൽ നിൽക്കണ ഷൂട്ട് ചെയ്യുമാരെ. ഞാൻ നിങ്ങൾ വെറുതെ വിടാം, നിങ്ങൾക്കെതിരെ കേസൊന്നും എടുക്കത്തില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്, ഡോക്ടറെ വിട്. അയ്യേ നാണക്കേട് തന്നെ. ഞാനായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവന്മാര് വെടിവെച്ച് വന്നനെ, എന്നിട്ട് കോടതി പോയി കീഴടങ്ങിയ. എന്തായാലും അവന്മാരെ നമ്മൾ 1% മമ്മൂട്ടി കീഴ്പ്പെടുത്തും. അവിടെ അരങ്ങേറിയ നാടക സംഭവങ്ങൾ കണ്ട് നായികയ്ക്ക് അഫ്കോഴ്സ് നമ്മുടെ നായകനോട് പ്രണയം തോന്നുകയാണ്. പിന്നെ 2 പേര് ഹൈ പ്രൊഫൈൽ കേസായോണ്ട് കണ്ടത് 5 മിനിറ്റ് ആണെങ്കിലും പരസ്പരം പ്രണയം തോന്നുന്നതിൽ തെറ്റില്ല. അപ്പൊ തന്നെ ഒരു പാട്ടുണ്ട്, ഒരു പരസ്പര ബന്ധവും ഇല്ലാത്തൊരു പാട്ട്. കലാപണിയുടെ നാടൻ പാട്ട് ആൽബത്തിൽ പറഞ്ഞ പാട്ടൊക്കെ പോലത്തെ ഒരു സാധനം. അല്ല അത് മോശമാണെന്നല്ല, പക്ഷെ സിറ്റുവേഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട്. മീഡിയം ടോപ്പ് കൊണ്ട് ഡോക്ടറായിട്ടിരുന്ന പെണ്ണ് എന്തിനാണെന്തോ ഈ ചട്ടയും മുണ്ട് കൊടുത്ത് ഈ പാടത്തൂടെ കിടന്ന് നടക്കണം. എന്താണ് അതെന്റെ ചുരിദാറാ സാറേ.
മടക്കിയാലത് ചുളിയും അത് അങ്ങനെ ഇട്ടേക്കുന്നത്. ചുളുങ്ങി ഇക്ക ചീത്ത പറയും. അങ്ങേർക്ക് എന്നെ ഭയങ്കര സംശയം. അതെന്താ അവനൊക്കെ വീട്ടിലെ കർട്ടൻ ചുളുങ്ങിയാലും താങ്കളെ സംശയിക്കുമല്ല. പിന്നെ ഗൈസ് ഇതില് നമ്മുടെ ബാലയുണ്ട്. പുള്ളി ഇതിലെ വലിയ കൊടൂര വില്ലനാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് പിന്നെ മഷിട്ട് നോക്കിയാലും കിട്ടൂല. കാരണം ഈ പടം 2019 ഷൂട്ട് ചെയ്തല്ലേ. അപ്പൊ ഇങ്ങനെ നല്ല ആരോഗ്യവാനായിരുന്നല്ലേ. എന്ന് അങ്ങനെ ചെകുത്താന്റെ ഫ്ലാറ്റ് കയറി തോക്കാണിച്ച് ഭീഷണിപ്പെടുത്തിയ അന്ന് തുടങ്ങി പാവപ്പെട്ടന്റെ കഷ്ടകാലം. അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ പുള്ളി ഇല്ല. ഇനി ഇതാരാണെന്ന് വെച്ചാൽ ഇതിലെ ഒരു പെണ്ണ്. ഈ പെണ്ണ് കണ്ണൻ എന്ന് പറയുന്നവന്റെ കാമുകി. ഇനി ആ കണ്ണൻ ആരാണ്? കണ്ണൻ നമ്മുടെ 1% മമ്മൂട്ടിയുടെ ഇരട്ടയായ മറ്റവനില്ലേ, അവന്റെ കൂട്ടുകാരൻ. അവൻ എങ്ങനെ മരിച്ചു എന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ആ കേസ് അന്വേഷിച്ച് നടക്കുകയാണ് പുള്ളി. അങ്ങനെ അവള് ഫ്ലാഷ് ബാക്ക് പറയാണ്, ഇവൻ വില്ലനാണ്. ഇവളെ കയറി മൊളസ്റ്റ് ചെയ്യാൻ നോക്കും. അത് ചോദിക്കാൻ നമ്മുടെ 1% മമ്മൂട്ടി ദേ നമ്മുടെ ഈ കണ്ണൻ സ്രാങ്കം വരും. ഇവന്മാരെയൊക്കെ എടുത്തിട്ട് അറിയും. ഇതിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നാ പിടിച്ചൊന്നും പറഞ്ഞ് എടുത്തേടിയുള്ള ഇടിയാണ്. ചുമ്മാ വഴിയെ പോണെന്നൊക്കെ പിടിച്ചു വെച്ച് ഇടിക്കും. അയ്യാ പാവം. അതൊരു മരമാണ്. പുള്ളി ഇങ്ങനെ നിന്നിട്ട് ചില്ലകൾ മാത്രമേ അനങ്ങൂ. മറ്റവ ആഞ്ഞ ചോട്ടപ്പോ അതിന്റെ കാറ്റടിച്ചാണ് മരത്തിന്റെ ചില്ലകൾ അനങ്ങുന്ന നടക്കും. 1% മമ്മൂട്ടിയുടെ കൈയും കാലും അനങ്ങുള്ളൂ. നോക്കാ കൈ വെച്ച് പ്ലക്കനെ അടിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഫൈറ്റ് അവിടെ കഴിഞ്ഞ ശേഷം കണ്ണൻ നമ്മുടെ ഇവളെ പുറകെ തന്നെ. അവളെ അങ്ങ് ഇഷ്ടമായി. അങ്ങനെ ഒരു ബസ് വെച്ചില്ല, അവര് വീണ്ടും കണ്ടുകിട്ടും. അമ്മച്ചാണ് അവിടെ പിന്നെ ഒരു ഫൈറ്റ്. ഈയിടെ ഇപ്പൊ ഒരെണ്ണം തീർന്നല്ല ഉള്ളു. പ്രേക്ഷകർക്ക് ഒരു ബീഡി വലിക്കാനുള്ള സമയമെങ്കിലും കൂടി. ഇതിങ്ങനെ തുടരെ ഫൈറ്റ് ഒക്കെ വന്ന് എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. പിന്നെ അറിയല്ലോ, സ്വാഭാവികമായും ഇവരങ്ങ് പ്രണയത്തിലാകും. എനിക്ക് തോന്നുന്നു ലെജൻഡ് ശരവണനെ പോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ഏതോ വലിയ പണക്കാരനാണ്. അങ്ങേർക്ക് വല്ല 10 വാഴത്തൈ വെച്ച പോലെയായിരുന്നു. അല്ല, വാഴത്തൈ ആണല്ലോ ഈ പടം മൊത്തം വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ മൊണ്ണൻ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. അവനൊരു സഹോദരി, ഒരു അമ്മയെ ഉള്ളൂ. അവനൊരു അഗ്രഹാര കുട്ടിയാണ്. വളരെ സന്തോഷമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരുടെ ഫാമിലി ഒരു അപ്രിയത്വം ഉണ്ടാവുകയാണ്. അനിയത്തിക്ക് ഒരു കല്യാണ ആലോചന വരുമ്പോൾ അവള് പറയും അത് അവൾക്ക് പറ്റൂല, അവൾക്കൊരു പ്രണയം ഉണ്ടെന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ടായി ഇവള് പറയും നീ എന്നെ ഇപ്പൊ കെട്ടണമെന്ന് പറയും. നമ്മൾ നമ്മൾ അന്തം വിട്ടതും അവൻ പറയും നീ എനിക്ക് കുറച്ച് സമയം തരണം, നിന്നെ കെട്ടും മുന്നേ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യം എനിക്കുണ്ടെന്ന് പറയും. അവള് ഓക്കെയും പറയും. ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഇങ്ങനെയാണ്. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ തന്നെ ചൂടുവെള്ളം കുടിച്ചാണ് ഈ പടം റോസ്റ്റ് ചെയ്യണം. ഇത്രയും കഥയൊക്കെ അവള് പറയും. ഒരു സാമാന്യമുള്ള പോലീസുകാർ എന്ത് പറയും? താങ്ക്സ്, നന്ദി, അല്ലെങ്കിൽ ശരിയെന്ന് പറഞ്ഞു പോകും. പക്ഷെ 1% മമ്മൂട്ടി അങ്ങനെയല്ല. പുള്ളി കയറി ഭീഷണിപ്പെടുത്തും. എനിക്ക് കിട്ടിയ തെളിവുകളും മൊഴികളും ശാലിനിയുടെ സ്റ്റേറ്റ്മെന്റുമായി മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. സീരിയസ് ആയിട്ട്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട്. അത് കഴിഞ്ഞ് അവര് നേരെ ബിജുക്കുട്ടനെ കാണാൻ വേണ്ടി പോകും. ബിജുക്കുട്ടൻ ഇവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ബാക്കി കഥ ബിജുക്കുട്ടൻ പറയും. അതായത് അവർക്ക് അവിടെ ഒരു ചെറിയ കഫേ ഉണ്ടായി. അവിടേക്ക് ഒരു ദിവസം നമ്മുടെ ബാല കടന്നു വന്ന് ഒണ്ണന്റെ ഞരമ്പിനിട്ട് വെട്ടിക്കൊടുക്കും. ഏതോ ഒരുത്ത് അങ്ങേരടുത്ത് 3-4 രൂപ ചോദിച്ചെന്നും പറഞ്ഞ് അവനെ കടയിട്ട് കുത്തിക്കൊല്ലും. ഞങ്ങൾ 3-4 രൂപ ചോദിച്ചാ എന്നിട്ട് കമ്മിയാക്കി പറ. ഞാൻ ഉണ്ണിമുകുന്ദൻ, അതുപോലെ തന്നെ അനൂപ് മേനോൻ. പക്ഷെ ആ ദൃശ്യം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ ആ ദൃശ്യം കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ബാലയുടെ ഗുണ്ടകൾ വന്ന് അവരെ കടയിൽ 2 കൊട കത്തിക്കും. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് വിജയരാഘവനെ കൊണ്ട ഇങ്ങനെയൊക്കെ ഈ പടത്തിൽ എങ്ങനെയാണ് അഭിനയിച്ച വിജയരാഘവനൊക്കെ ശമ്പളം EMI കൊടുത്തതെന്ന്. കാരണം ഈ പടത്തിന് ലാഭമൊന്നുമില്ലല്ലോ. നമ്മുടെ അഷ്കർ സോദന്റെ അച്ഛനാണ് ഇതിനകത്ത് വിജയരാഘവൻ. അങ്ങനെ അവരിങ്ങനെ അടിച്ചു വിളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ കൊളു മണലിലേക്ക് ട്രിപ്പ് പോണ ഒരു കൂട്ടം ബൈക്ക് റൈഡേഴ്സ് ഗ്യാങ് അവരെ റോട്ടി വെച്ച് തടയും. പിന്നെ പറയണ്ടല്ലോ, ഒരു 1-man ഷോ. പിന്നെ അവിടെ നിന്ന് അവര് നേരെ കാണാൻ പോണത് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന വേറൊരുത്തിനെ കാണാനാണ്. ഈ ബാക്കി കഥ അവൻ പറയും. അതായത് അന്നേ ദിവസം അവര് പോലീസ് സ്റ്റേഷനിൽ പോയി മറ്റേ വീഡിയോ കാണിക്കാനായി. പോലീസുകാരൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ ഇത് ആരാണെന്ന്. തല കണ്ട അറിഞ്ഞൂടെ ഒരു ചതി മണക്കണത്. പോലീസുകാരൻ നൈസായിട്ട് അവരെ ചതി. ഈ വിവരം ബാല അറിയും. പക്ഷെ നമ്മുടെ 1% മമ്മൂട്ടി എന്ത് നമ്മൾ ഇനി ഒരു പ്രശ്നത്തിനും വരും, അണ്ണ നമ്മളെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കും. ബാല ഈ മണ്ടന്മാരെ നിരോധിച്ച് 2000-ന് 2 കിട്ട് നോട്ട് കൊടുത്ത് പറ്റിക്കും. എടാ ഈ പടം ഏത് നൂറ്റാണ്ടിലാണ് ഷൂട്ട് ചെയ്തത്? നോട്ട് നിരോധിച്ചാരെ മോദി പോലും മറന്നുപോയി കാണും. जनता മൂർഖ സമജന ബന്ദ് കർ ദീജിയെ. പക്ഷെ ചതിക്ക് ചതിയാണ് പ്രതിഫലം. അവരാ പൈസ വാങ്ങിച്ചിട്ട് ആ വീഡിയോ എടുത്ത് വൈറലാക്കും ഗൈസ്. അതോടുകൂടി പോലീസ് സേനയ്ക്ക് നമ്മുടെ ഗുണ്ടെ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ബാല അറസ്റ്റിലാവുകയാണ്. ഗെസ് വാട്ട് ഗൈസ്, ബാല ഇസ് എ ടോപ്പ് നോച്ച് ഗാങ്സ്റ്റർ. ബാലയുടെ ടീം പോലീസുകാരെ കയ്യിൽ നിന്ന് ബാലയെ രക്ഷിക്കും. ഈ പടം ഇത് എങ്ങോട്ടാ പോണത്? ആകെ മൊത്തത്തിൽ വെടി പുക മണം നാട്ടുന്നുണ്ടല്ലോ ഈ സിനിമ. അതിന്റെ ഇടയിൽ ഒരു ഐറ്റം ഡാൻസും ഉണ്ട്. ആ ഡാൻസ് കഴിഞ്ഞതും ഒരു ഉത്സവ പറമ്പില് ബാല എത്തുകയാണ് ഗൈസ്. പോലീസിന്റെ കണ്ണ് വിട്ടിച്ച് പോലീസ് ജീപ്പ് ഒന്ന് ചാടിപ്പോയി അവനെ എവിടെയെങ്കിലും കുഴികുത്തി പാത്തിരിക്കാതെ ദൈവന്മാരെ മുമ്പ് വന്നിട്ട് അവിടെ കിടന്ന് ഒരേ ഫൈറ്റ്. എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചു.
ആ ഫൈറ്റിനിടയിലാണ് ഗൈസ് നമ്മുടെ 1% മമ്മൂട്ടിക്ക് കുത്തുകൊള്ളുന്നത്. ബട്ട് ഗൈസ് there is a twist. അത് ഞാൻ വഴിയെ പറയാം. കുത്തു കണ്ട അസ്കർ സൗദാനെ എടുത്തോണ്ട് നമ്മുടെ മൊണ്ണൻ ആംബുലൻസ് കയറി പോകും. പക്ഷെ ആ പോണ വഴിക്ക് ആംബുലൻസ് ആക്സിഡന്റ് ആയി അസ്കർ സൗദാൻ മരിക്കുകയും ചെയ്യും. മൊണ്ണനെ പിന്നെ കാണാതാവുകയും ചെയ്യും. അത് കഴിഞ്ഞത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ദേ ഈ 2 ഗുണ്ടകളില്ലേ അവര് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നു. ആദ്യം 2-3 സാമൂഹിക വിരുദ്ധന്മാർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടില്ലായിരുന്നു. അത് അവന്മാര് ശിങ്കളികളാണ്. അവർ ഇപ്പൊ തന്നെ ഇറക്കി വിടാൻ പറയും. നീയൊക്കെ ആരോട് ഈ പറയണം? DNA 1% മമ്മൂട്ടിയുള്ള ഈ മനുഷ്യനോടോ? കേട്ടോ 294B ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഉപദ്രവിച്ചതിന് വ്ളാഡിമർ സർ 353. അതാണ് വനിതാ പോലീസുകാരെ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ച് 354A. ഒറ്റ വലിക്ക് രഞ്ജി പണിക്കരെ മനസ്സിൽ ധ്യാനിച്ച് ചേർ അകത്തോട്ട് വലിച്ചൊരു റാപ്പ്. ഒരു ആണിലും സ്വന്തം തന്തയെ തേടുന്നവന്റെ ഗതി കേരള പോലീസിന്റെ കോഡ് പോയിന്റ് 38 ഒന്ന് വലിച്ച ഒരു ഭൂമിയും കുലുങ്ങില്ല, ചങ്കം ചിതറില്ല. പക്ഷെ ചത്തത് നീ പോലും അറിയില്ല. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അതെനിക്ക് ഇഷ്ടായി. കേരള പോലീസിന്റെ കയ്യിൽ ഈ സാമാനം തൂക്കിയിട്ടോണ്ട് നടക്കണ അല്ലാതെ അത് ഇന്നേ വരെ പൊട്ടിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അത് വെച്ച് ആ ഒരു ഡയലോഗ് പറയണത് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു essay തോക്കെടുക്കണ ഞാൻ കാണാൻ. അതെനിക്ക് ഇഷ്ടായി. അതവിടെ കിടക്കട്ടെ ഒരു കനത്തിന്. ഒരു വുമൺ എംപവർമെന്റ് സീൻ ആയാലോ. ഇവിടെ നോക്കൂ, ജന്മനാ ഗുണ്ടകളെ ജനിച്ച ഈ മൊട്ടയും ടീമും ഇങ്ങനെ തമിഴിലും ഗുണ്ട തന്നെ, മലയാളത്തിലും ഗുണ്ട തന്നെ. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിൽ വെറും പാവമായിരിക്കും. ഓ ഈയോ, ഇത്രയും ഫൈറ്റ് ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ ആ ആസ്പത്രി വെച്ച് ഇവിടെ കഴുത്തിൽ അവന്മാരെ കത്തി വെച്ചപ്പോ അവന്മാരെ എടുത്തിട്ട് അലക്കിക്കൂടായിരുന്ന. എന്ത് വിരോധാഭാസം ഉണ്ട് ഇത്. ഇനി ഇതാരാണെന്ന് മനസ്സിലായോ? പണ്ടാറ് ഈ പടം റിലീസ് ആയപ്പോ അങ്ങനെ വയസ്സായി. എന്തായാലും പുള്ളി റിട്ടയർഡ് ആയി. ഇപ്പൊ തേങ്ങ മോഷണോട് പണിയാ, തേങ്ങ കച്ചവടം. ഇനി ഇങ്ങനെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കും. നേര് കുറെ സത്യം പറയും. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നമ്മുടെ മറ്റേ മൊണ്ണനില്ലേ, മൊണ്ണൻ എവിടെ പോയെന്ന് അറിയാമോ? വേറെ എവിടെ ഇല്ല, ഗോവയ്ക്ക്. ഇനി ഗോവ വെച്ച് അവന്റെ കുറെ ഫ്ലാഷ് ബാക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞമ്മന്റെ മൊണ്ണന്റെ കാമുകൻ ആരായിരുന്നു അറിയാം. അത് നമ്മുടെ 1% മമ്മൂട്ടിയായിരുന്നു. പക്ഷെ ഇവനെ വീട്ടിൽ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ അവള് പുറത്തു പോകുമ്പോ തിരിച്ച് അവള് ശവമായിട്ടാണ് പറഞ്ഞത്. അവളെ പിന്നെ കത്തിക്കരിഞ്ഞ ബോഡി ആയിട്ടാണ് കാണുന്നത്. ഇവനാണ് അവളെ കൊന്നേന്ന് പറഞ്ഞാണ് ഇവ ഇത്ര നാൾ ഇവന്റെ കൂടെ നിന്ന് ഇന്നിക്കൂടെ കുത്തിയത്. സംഭവം ഇവർ തമ്മിൽ ഭയങ്കര കമിതാക്കളൊക്കെ ആയിരുന്നു. അന്നൊരു മഴ ദിവസമായിരുന്നു. ഇവനെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് അവള് വിളിച്ചോണ്ട് പോവുകയാണ്. അപ്പൊ വഴിക്ക് വെച്ച് ബൈക്ക് കേടാവും. അപ്പൊ അവിടെ ആരാ വരുന്നേ? നമ്മുടെ വില്ലന്മാര്. അവര് വന്ന് നൈസായിട്ട് ഇവന്റെ തലക്കൊരു കമ്പിക്കൊരു കൊട്ടും കൊടുത്തു അവളെ പിടിച്ച് വണ്ടിക്കകത്തിട്ടുണ്ട് പോകും. അവ കെജ്രിയിലെ സൂര്യയെ പോലെ ആകും. അങ്ങനെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ് പശ്ചാത്തപിച്ച് അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ആംബുലൻസ് കൊണ്ട് പോകുമ്പോഴാണ് വേറെ ലോറി വന്ന് അതിലിടിച്ച് അവൻ മയ്യത്താവണത്. പക്ഷെ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ്. ശരിക്കും ഇവൻ കാരണമല്ല അവൻ മരിച്ചത്. ആ ലോറി ഇടിച്ച് പുറത്തു വീണ അവനെ വീണ്ടും വില്ലന്മാര് ചേസ് ചെയ്ത് വന്ന് കഴുത്തിൽ ഞെക്കി പിതുക്കി കൊല്ലുമെന്ന്. അത് കഴിയുമ്പോ അവിടെ ദുബായ് ജോസിന്റെ എൻട്രി. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. ദുബായ് ജോസിനെ മാനസികമായ ഡയലോഗ് പറഞ്ഞ് തളർത്താൻ നോക്കും ഗൈസ്. പക്ഷെ നടക്കൂല. പിമ്പായി ജീവിച്ച സങ്കരവർഗക്കാരനെ നിനക്ക് ഊറിക്കൂടിയ ഗർഭപാത്രത്തിനും തള്ളയോട് വിലപേശ. ഡയലോഗ് പറഞ്ഞിട്ട് ഒട്ടും വേഷനിലാന്ന് മനസ്സിലായോണ്ട് പിന്നെ അവിടെ കിടന്ന് ഇടികൂടാന്ന് വിചാരിക്കും. ആ ഫൈറ്റിൽ ഓരോരുത്തരെയും മരിക്കുകയാണ് ഗൈസ്. ഒരുത്തർ സ്വന്തമായിട്ട് ഉരുണ്ട് വന്ന് പങ്കായത്തിൽ കുത്തി മരിക്കും. എന്താ വായം തുറന്നിരിക്കണം, അടച്ചു വയ്യം കെട്ടത്. കിളവനെ സ്വന്തം കൊണ്ട് തന്നെ മാറി കുത്തി കൊല്ലും. ആഞ്ജനേയ സ്വാമി. വേറൊരുത്തനെ പങ്കായത്തിന് അടിച്ച് ബൗൺസ് ചെയ്യിപ്പിക്കും. പിന്നെ ഈ തോക്കും കൈവച്ചിട്ട് ഉന്നയില്ലാത്ത ഈ മൊണ്ണ ദുബായ് ജോസ് അവിടെയുള്ള കണ്ണാടിയും പാത്രവും ഒക്കെ വെടിവെച്ച് പൊട്ടിക്കും. ഇത്രയും ഉന്നയില്ലാത്ത ഈ അപ്പനെ എവിടെ നിന്നാണ് തോക്ക് കിട്ടിയത്? അതെങ്ങനെ സമയം കിട്ടുമ്പോ 2 ബീർ ഉപ്പിങ്ങനെ വെടിവെച്ച് പൊട്ടിച്ച് പഠിക്കണ്ടേ? അവസാനം 1% മമ്മൂട്ടി ആ തോക്കിനെ പിടിച്ച് ദുബായ് ജോസിന്റെ ചുക്കാമണിയിൽ വെടിവെച്ച് കൊടുക്കും ഗൈസ്. എന്നിട്ടും കലി തീരാതെ അവിടെ പശുവിനെ കെട്ടിയിരുന്ന കയറഴിച്ച് ദുബായ് ജോസിനെ കെട്ടി വരിഞ്ഞ് വണ്ടിയിൽ കുരുക്കിട്ട് കെട്ടി ആ മണലിൽ കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി കൊല്ലും. അങ്ങനെ പടം തീർന്നു. അത് കഴിഞ്ഞ് തീരാൻ നേരത്ത് ഒരു പാട്ട്. ഇതൊക്കെ എന്തിനാണെന്നോ ഈ പാട്ടൊക്കെ സിനിമയിൽ. മാധവ് സുരേഷൊക്കെ ഒരു തവണ ഒറ്റയ്ക്ക് വന്ന് അനാഥനായിട്ട് അഭിനയിച്ചപ്പോ ഈ 3D പ്രിന്റഡ് മമ്മൂട്ടി വന്ന് അനാഥനെ അതും ഡബിൾ റോളിൽ വന്ന് അഭിനയിച്ച് ഒഴിച്ചു വെച്ചേക്കണം. എന്തായാലും ശരി ഗൈസ്, ഈ പടത്തിന് ഒരു 9 ഓസ്കാർ കൊടുക്കണം. പറ്റുവെച്ചാൽ അതൊരു 69 ആക്കണം. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പൊ എനിക്ക് സന്തോഷം. ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.